ഹലോ, ഹായ്. ഞാനിന്നിവിടെ രണ്ട് പച്ച ഏത്തയ്ക്ക വേവിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ വേവിച്ചെടുക്കുന്നതെന്ന്. അപ്പം നമ്മൾ കായയുടെ തൊലി കളഞ്ഞെടുക്കാമേ. വാഴയ്ക്കയെല്ലാം ഞാൻ തൊലി കളഞ്ഞ് ഒരു പാത്രത്തിലോട്ടാക്കി. ഇത് ഉപ്പ് വെള്ളത്തിൽ അത് ഇട്ടേക്കുന്നത്. അത് ഈ വലുപ്പത്തെ മുറിച്ചിട്ട് ഇനി നമുക്കിത് അടുപ്പിലോട്ട് വയ്ക്കാം. ഇപ്പം വാഴയ്ക്ക വേവിക്കാൻ വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ചായിരുന്നു. വെള്ളം ചൂടായിട്ടുണ്ട്, ഒരു നല്ലപോലെ ചൂടായി. നമുക്കിനി അതിൽ കായിട്ട് കൊടുക്കാം. ശകലം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വാഴയ്ക്കയുടെ കറയല്ലേ ഒത്തിരി പാത്രത്തെ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണേ സ്വല്പം എണ്ണ ഒഴിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതൊന്ന് വേഗം വരെ അടച്ചു വെച്ച് കൊടുക്കാം. ഇതിരുന്ന് വേഗട്ടെ. അപ്പം നമ്മുടെ വാഴയ്ക്ക വെന്തിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പം കായെല്ലാം പിറക്കി ഞാൻ സെർവിങ് ബൗളിലോട്ട് മാറ്റി. അപ്പം നമ്മുടെ വാഴയ്ക്ക പുഴുക്കിനെ കൂട്ടാൻ വേണ്ടി ഞാനൊരു ചട്നി ഉണ്ടാക്കാൻ പോവാണേ. അതിന് ഒരു ബൗൾ തേങ്ങ, 3 ചെറിയ ഉള്ളി, 3 വത്തലമുളക് ചുട്ടെടുത്തത്, ഇച്ചിരി ഉപ്പും. ഇത് നമുക്കിനി ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ഏത്തയ്ക്ക പുഴുക്കിന് കൂട്ടാനുള്ള ചട്നി ഇവിടെ റെഡിയായി. ഇതിന് താളിച്ചൊഴിക്കുകയൊന്നും വേണ്ട, ഇതിങ്ങനെ കൂട്ടാനാണ് ടേസ്റ്റ്. നമ്മുടെ വാഴയ്ക്ക് ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയെ കഴിക്കാൻ നല്ലതാണ്. നിങ്ങളൊക്കെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം നല്ലതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നേ.